ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പച്ചരി വെച്ചിട്ടായിരുന്നു. അരി കുതിർക്കാനായിട്ട് സമയം കളയൊന്നും വേണ്ട. അരിപ്പൊടി വെച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉൾവശം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 3/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിരട്ടയോട് ചേർന്നിട്ടുള്ള ഭാഗം എടുക്കാതിരിക്കുക, അപ്പോൾ വട്ടയപ്പത്തിന് വെള്ള കളർ കിട്ടില്ല. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയും. കറി കൂട്ടിയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാം. ഇപ്പോൾ കറിയൊന്നും ഇല്ലാതെ കഴിക്കുന്നതുകൊണ്ടാണ് 1/2 കപ്പ് ഇട്ടിട്ടുള്ളത്. ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിലാണ് ഞാൻ ഈസ്റ്റ് എടുത്തിട്ടുള്ളത്. അതാണ് 2 തവണ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ഏലക്കായുടെ തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാൻ മറന്നതായിരുന്നു, പിന്നീടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് അരച്ചെടുക്കാം. അത് ഞാനൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കാൻ നോക്കിയിരുന്നത്. പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഈ ജാറിൽ ഇത് നേരെ അരച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരു ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഏലക്കായ നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നതായിരുന്നു, അതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് അരച്ചെടുക്കാനായിട്ട് 1.5 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് അടച്ചവിടെ മാറ്റി വെക്കാം. ഞാനിത് തലേ ദിവസം രാത്രിയാണ് ചെയ്തു വെക്കുന്നത്, നേരം വെളുത്താൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. സമയമുണ്ടെങ്കിൽ രാവിലെ അരച്ച് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും മതി. മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിനായിട്ടൊരു കേക്ക് ടിന്നിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശത്തും സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. രണ്ട് പാത്രങ്ങളിലായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു സ്റ്റീൽ പാത്രത്തിലും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാവ് നമുക്ക് പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ പാത്രമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അത് പൊങ്ങി വരാനുള്ള സ്ഥലം കൂടി നോക്കിയതിന് ശേഷം മാവ് ഒഴിച്ചെടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പോ ചെറിയോ മുന്തിരിയൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ വെച്ച് കൊടുത്താൽ അത് താഴ്ന്നു പോകും. അടുപ്പത്ത് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെച്ചെടുക്കാവും നല്ലത്. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇഡലിത്തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇഡലിത്തട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി. അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് 2 ഉണക്കമുന്തിരി ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. മറ്റേ സ്റ്റൗവിൽ ഒരു സോസ് പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലൊരു റിങ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് സ്റ്റീൽ പാത്രം വെച്ച് അടച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇതൊരു 20 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെച്ചിട്ടൊരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതൊരു പപ്പടക്കോലോ കത്തിയോ എന്തെങ്കിലും വെച്ച് നമുക്കിതൊന്ന് കുത്തി നോക്കാം. അതിൽ മാവ് ഉണ്ടെങ്കിൽ വേവായിട്ടുണ്ടാവില്ല, അപ്പോൾ കുറച്ച് സമയം കൂടി വെച്ച് കൊടുത്താൽ മതി. വട്ടയപ്പം വേവായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് പോട്ടെ. ചൂട് പോയാൽ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ടുവരും. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വേവായി തുടങ്ങുമ്പോൾ തന്നെ ഏലക്കായുടെയും തേങ്ങയുടെയും ഒക്കെ ഒരു മണം വരാണ്ട്, അപ്പോൾ തന്നെ ഇത് കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അരിയൊന്നും കുതിർത്ത് സമയം കളയാതെ തന്നെ അരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം സോഫ്റ്റാണെന്ന് അറിയണ്ടാവില്ല. മുറിച്ച് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.